Good morning. The story of Indian democracy. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ കഥ എന്ന ചാപ്റ്റർ അവസാന ഭാഗം ആണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇതിനകത്ത് നമ്മൾ മൂന്ന് ചെറിയ മാർക്കിൻ്റെ 3-4 മാർക്കുകൾക്ക് ചോദിക്കാൻ പറ്റുന്ന 3 കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന്, ഗോത്രമേഖലയിലെ പഞ്ചായത്തി രാജ് ഇൻ ട്രൈബൽ ഏരിയാസ്. 2, ഡെമോക്രറ്റൈസേഷൻ ഇൻ ആൻഡ് ഇനീക്വാലിറ്റി. ഡെമോക്രറ്റൈസേഷൻ അതായത് ഡെമോക്രസി എന്ന പ്രോസസ്സ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതാണ്. ജനാധിപത്യവൽക്കരണവും അസമത്വവും എന്ന ഒരു ചെറിയ ചോദ്യവും, അതുപോലെ പൊളിറ്റിക്കൽ പാർട്ടീസ്, പ്രഷർ ഗ്രൂപ്പ്സ് ആൻഡ് ഡെമോക്രാറ്റിക് പൊളിറ്റിക്സ് എന്ന ഒരു ചെറിയ ഭാഗവും. രാഷ്ട്രീയ പാർട്ടികൾ, സമ്മർദ്ദ ഗ്രൂപ്പുകൾ, ജനാധിപത്യ രാഷ്ട്രീയം എന്നുള്ള ഒരു 3 ചെറിയ ഭാഗങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനകത്ത് വേറെ ഒരു ദർബാർ ഖുർ എന്ന് പറയുന്ന ഒരു ആശയവും അതുപോലെ തന്നെ 2-3 കഥകൾ ഒക്കെ നമ്മളവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ പാർട്ടിയെക്കുറിച്ച് മാക്സ് വെബർ എന്തു പറഞ്ഞു എന്നുള്ള ഒരു കാര്യവും അവിടെ ചെറിയൊരു ഭാഗമായിട്ട് വരുന്നുണ്ട്. പിന്നെ ഒരു സമൂഹശാസ്ത്രജ്ഞ ഗോത്രവിഭാഗക്കാരുടെ പഞ്ചായത്ത് രാജുകളെക്കുറിച്ച് പറഞ്ഞ ഒരു അഭിപ്രായവും നമുക്ക് പഠിക്കാനുണ്ട്. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. പഞ്ചായത്ത് രാജ് ഇൻ ട്രൈബൽ ഏരിയാസ്. ഇത് ആകെ ഇത്രയും ഭാഗമാണുള്ളത്, ഇവിടെ വരെയാണുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഗോത്രമേഖലകളിൽ ട്രൈബൽ ഏരിയാസിൽ പണ്ട് മുതൽ തന്നെ ജനാധിപത്യ ഭരണത്തിൻ്റെ പാരമ്പര്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ പറഞ്ഞു ഇന്ത്യൻ ട്രഡീഷണൽ സൊസൈറ്റിയിലും ജനാധിപത്യ ഭരണത്തിൻ്റെ പാരമ്പര്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു, അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ പറയുന്നത് മെനി ട്രൈബൽ ഏരിയാസ് ഹാവ് ഹാഡ് എ റിച്ച് ട്രഡീഷൻ ഓഫ് ഗ്രാസ് റൂട്ട് ഡെമോക്രാറ്റിക് ഫങ്ഷനിങ് എന്ന് പറയുന്നു. ഗോത്രങ്ങൾക്ക് ജനാധിപത്യ ഭരണത്തിൻ്റെ പാരമ്പര്യം ഉണ്ടായിരുന്നു. അതിന് ഒരു 3-4 ഉദാഹരണം നമ്മൾ എടുക്കുന്നു. ട്രൈബൽ കമ്മ്യൂണിറ്റീസ് താമസിക്കുന്ന ഒരു ഇന്ത്യയിലെ സ്റ്റേറ്റാണ് മേഘാലയ എന്ന് പറയുന്നത്. ഈ മേഘാലയയിലെ ഒരു ഉദാഹരണം എടുത്തുകൊണ്ടാണ് നമ്മളിവിടെ ഈ ഗോത്രവിഭാഗക്കാർക്ക് ട്രഡീഷണൽ സൊസൈറ്റിയിൽ തന്നെ ജനാധിപത്യ ഭരണം ഉണ്ടായിരുന്നു എന്ന് പറയാൻ പോകുന്നത്. ഖാസികൾ, ജയന്തികൾ, ഖരോവകൾ തുടങ്ങിയ ഗോത്രവിഭാഗക്കാർക്ക് ഖരോസ്, GHAROS, ഖരോസ്, ഇവർക്ക് വികസിത രാഷ്ട്രീയ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. വെൽ എസ്റ്റാബ്ലിഷ്ഡ് ഡെവലപ്ഡ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മേഘാലയയിലെ ഗോത്രവിഭാഗക്കാരായ ഖാസികളിലും ജയന്തകളിലും ഖരോകളിലും കാണപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, സോ in Meghalaya you can there are 3 major tribal communities: Khasis, Jaindigal എന്നൊക്കെ പറയും, Kharos. They have their own traditional political institutions that have existed for 100 years. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവർക്കുണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇതിന് 3 തലങ്ങൾ ഉണ്ടായിരുന്നു, 3 ലെവലായിരുന്നു. അതായത് ഗ്രാമം, കുലം, സംസ്ഥാനം എന്നിങ്ങനെ 3, ഒരു പിരമിഡ് പോലെ 3ആയിട്ടാണ് ഈ ഇവരുടെ ജനാധിപത്യ ഭരണം ഉണ്ടായിരുന്നതെന്നാണ് പറയുന്നത്. ഖാസികളുടെ ഓരോ കുലത്തിനും സ്വന്തമായി ഓരോ കൗൺസിലും ഉണ്ടായിരുന്നു. കൗൺസിൽ എന്ന് പറയുമ്പം കാര്യങ്ങളൊക്കെ സംസാരിക്കുവാനുള്ള ഒരു മീറ്റിംഗ്, അതിനകത്ത് കുറേ അംഗങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഖാസികളുടെ ഓരോ കുലത്തിനും സ്വന്തമായി ഓരോ കൗൺസിലും ഉണ്ടായിരുന്നു. ഈ കൗൺസിലുകളുടെ പേരാണ് ദർബാർ ഖുർ എന്ന് പറയുന്നത്. എന്താണ് ദർബാർ ഖുർ? ഓക്കെ, ഈ ദർബാർ ഖുറിൽ അവിടുത്തെ കുലത്തലവനാണ് കൗൺസിൽ അധ്യക്ഷൻ എന്ന് പറയുന്നത്. കുലത്തലവൻ എന്ന് പറയുമ്പം ക്ലാൻ ഹെഡ്മാൻ എന്ന് നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ദീസ് tribal communities political institutions were fairly well developed and functioned at various tiers, mainly 3-tier system: village level, clan level, state level. Village level, clan level and state level. And they have a council, and this council had its meeting, and there is a person who preside these council meetings
ആൻഡ് ദാറ്റ് ഈസ് ദ ക്ലാൻ ഹെഡ്മാൻ. കുലതലവനായിരുന്നു കൗൺസിലുകൾ, മീറ്റിങ്ങുകൾക്ക് നേതൃത്വം വഹിക്കുന്നത്. ഇനി ഗോത്രവർഗ പ്രദേശങ്ങളിൽ നല്ലൊരു വിഭാഗം 73-ാം ഭരണഘടനാ ഭേദഗതിയുടെ പരിധിയിൽ വരുന്നില്ല. ഇതിൽ ഇടപെടാൻ നയകർത്താക്കൾ ശ്രമിച്ചിരുന്നില്ല. അപ്പം നമ്മൾ ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞു, പണ്ട് മുതൽ തന്നെ ജനാധിപത്യ ഭരണത്തിന്റെ പാരമ്പര്യം ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് മേഘാലയയിലെ ഖാസികൾ, ജയിന്തകൾ, ഖരോകൾ എന്നിവർ. പിന്നെ അടുത്ത പറയുന്നു, ഗോത്രവർഗ പ്രദേശങ്ങളിൽ നല്ലൊരു വിഭാഗം 73-ാം ഭരണഘടനാ ഭേദഗതിയുടെ പരിധിയിൽ വരുന്നില്ല. അതിന് കാരണം എന്താണ്? അതിലേക്ക് കൈകടത്തുവാനായിട്ട് നമ്മുടെ അതോറിറ്റീസിന് ഒരു ചെറിയ മടിയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇനി അതിനുള്ള പ്രധാന കാരണം എന്താണ്? ഇവർക്ക് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള എന്താ പറയുക സിസ്റ്റം ഉണ്ട്. അപ്പം അതിലേക്ക് കൈകടത്തുവാനുള്ള ഒരു ധൈര്യം ആർക്കുണ്ടായിരുന്നില്ല? നമ്മുടെ ഭരണഘടനാ ശില്പികൾക്കും അല്ലെങ്കിൽ ഇതിൻ്റെ പ്ലാനിങ് നടത്തിയിട്ടുള്ളവർക്കും ഒന്നും അതിനകത്തേക്ക് ഇൻ്റർഫിയർ ചെയ്യാനുള്ള ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല. അവർ 73rd Amendment excluded a large chunk of tribal areas, and the reason behind that is our policymakers didn't wish to interfere with the traditional tribal institutions because these traditional tribal institutions were already established. അതാണ് രണ്ടാമത്തെ പോയിന്റ്. ഓക്കെ, മൂന്നാമത്തത്, ഗോത്രസ്ഥാപനങ്ങളുടെ ഘടനയും പ്രവർത്തനവും ജനാധിപത്യപരമായി കൊള്ളണമെന്നില്ല എന്ന് ടിപ്ലത്ത് നോങ്ബ്രി എന്ന സമൂഹശാസ്ത്രജ്ഞ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഗോത്ര സ്ഥാപനങ്ങൾ, ദീസ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ദി ട്രൈബൽ കമ്മ്യൂണിറ്റീസ് and their structure and their working is not democratic. It may be democratic or may not എന്ന് ആര് പറയുന്നു? ടിപ്ലത്ത് നോങ്ബ്രി പറയുന്നു. കാരണം എന്താണ്? അവരവിടെ ഒരു പഠനം നടത്തുന്നു, എന്നിട്ട് അവർ കുറച്ച് കാരണങ്ങൾ നിരത്തുന്നുണ്ട്. ഷീ ഈസ് ഗിവിങ് സം റീസൺസ് ഫോർ ദാറ്റ്, വൈ ഷീ ഈസ് ടെല്ലിങ് ലൈക്ക് ദിസ്. ഓക്കെ, സോ ഒരു ക്വസ്റ്റ്യൻ, ഗോത്രമേഖലയിലെ പഞ്ചായത്ത് രാജ് വന്നാൽ ഈ ഒന്നാമത്തെ സെൻറ്റൻസ് ഈ ഖാസികളുടെ മേൽ എക്സാമ്പിൾ എഴുതുന്നു. ദർബാർപൂർ അവിടെ എഴുതണം എന്നില്ല. പിന്നെ 2 എഴുതുന്നു, 3 എഴുതുന്നു. ഓക്കെ, ഇനി ഗോത്രമേഖലയിലെ പഞ്ചായത്ത് രാജിനെ കുറിച്ച് ടിപ്ലത്ത് നോങ്ബ്രിയുടെ അഭിപ്രായം എന്ത് എന്ന് നമുക്കൊന്ന് നോക്കാം. ടിപ്ലത്ത് നോങ്ബ്രി എന്താണ് പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഷീ സേസ്, ടിപ്ലത്ത് നോങ്ബ്രി സേസ്, the tribal institutions themselves need not necessarily be democratic in its structure and functioning. And she says these tribal communities have social discrimination. They show social discrimination towards women. And there is social division, social stratification among them also. So, Tiplath Nongbre says, in tribal communities there is democratic system, but their structure, their activities may or may not be democratic. ഡെമോക്രസി അവിടെ ഉണ്ടാകണം, ജനാധിപത്യപരമായ ഭരണം ആകണമെന്ന് ഇല്ല എന്ന് പറയുന്നു. കാരണം അവർക്കിടയിൽ സാമൂഹിക വിഭജനമുണ്ടായിരുന്നു, സ്ത്രീകളോട് വേർതിരിവ് കാണിക്കാറുണ്ടായിരുന്നു. ഇങ്ങനെ ഉള്ള സ്ഥാപനങ്ങൾ പരമ്പരാഗതമായിട്ടുള്ളതാണോ അതോ മാറിയതാണോ എന്നൊക്കെ നമുക്ക് പറയുവാൻ ബുദ്ധിമുട്ടെന്നാണ് ടിപ്ലത്ത് നോങ്ബ്രി പറയുന്നത്. ഓക്കെ, ഇനി ഈ നോങ്ബ്രി സ്റ്റഡി നടത്തിയത് 2003-ലാണ്. പിന്നെ അത് അത്രയും മാത്രം മതി നമുക്ക്. ഇനി അടുത്തത് ഡെമോക്രാറ്റൈസേഷൻ ആൻഡ് ഇനീക്വാലിറ്റി എന്നുള്ളതാണ്. ജനാധിപത്യവൽക്കരണവും അസമത്വവും എന്നുള്ളത്. ദ പ്രോസസ് ഓഫ് മൂവിങ് ടുവേർഡ്സ് ഡെമോക്രസി എന്നുള്ളതാണ് ഡെമോക്രാറ്റൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യൻ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ജനങ്ങൾ അസമത്വം അനുഭവിക്കുന്നവരാണ്. മെജോറിറ്റിയും ഇന്ത്യൻ ഗ്രാമങ്ങളിലെ ജനങ്ങളിൽ മെജോറിറ്റിയും അസമത്വം അനുഭവിക്കുന്നവരാണ്. In Indian society, majority of the people who are living in rural areas are facing inequalities. ഇവിടെ ജനാധിപത്യവൽക്കരണം വളരെ പ്രയാസമാണ്. അങ്ങനെ ഇനീക്വാലിറ്റീസ് അനുഭവിക്കുന്ന ഒരു സൊസൈറ്റിയിൽ ഡെമോക്രാറ്റൈസേഷൻ എന്ന് പറയുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ഫോർ അച്ചീവിങ് ഡെമോക്രാറ്റൈസേഷൻ ഇൻ എ
village where there is inequalities. Okay. ഇനി അതിന് കാരണങ്ങൾ വിശദീകരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഗ്രാമസഭ, അവിടെ ഗ്രാമസഭകളുണ്ട്. ദർ ഈസ് വില്ലേജ് കൗൺസിൽസ്, ഗ്രാമസഭയുണ്ട്. ഉന്നത ജാതിയിലെ ഭൂവുടമകളാണ് ഈ ഗ്രാമസഭകളെ നിയന്ത്രിക്കുന്നത്. ഡോമിനൻ്റ് കാസ്റ്റിലുള്ള ലാൻഡ് ലോഡുകളാണ് ഈ വില്ലേജ് കൗൺസിൽ കൺട്രോൾ ചെയ്യുന്നത്. ഇവർ തീരുമാനമെടുക്കുന്നു, ഇവർ ഫണ്ട് വിനിയോഗിക്കുന്നു, ഗ്രാമവാസികൾ നിശബ്ദരായി കാഴ്ചക്കാരായി നിൽക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ദീസ് റിച്ച് ലാൻഡ് ലോഡ്സ് ആർ കൺട്രോളിംഗ് ദ ഗ്രാമസഭാസ്. ദേ ബിലോങ് ടു അപ്പർ കാസ്റ്റ് ആൻഡ് ദേ മേക്ക് ഡിസിഷൻസ്, they allocate funds, and all the others in the village council are mere onlookers. ഒരു കാഴ്ചക്കാരായിട്ട് അവരവിടെ വെറുതെ ഇരിക്കും. എല്ലാം ഹയർ കാസ്റ്റിലുള്ള ലാൻഡ് ലോഡുകളായ ജന്മികളായിട്ടുള്ള ഉയർന്ന ജാതിക്കാർ ആയിരിക്കും ഗ്രാമസഭയിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. ഫണ്ടുകൾ അവർ വിനിയോഗിക്കുന്നു, ബാക്കിയുള്ളവർ നിശബ്ദരായിരിക്കുന്നു. ഈ ഒരു കാര്യം തന്നെയാണ് നമ്മൾ ഭരണഘടന ഉണ്ടാക്കിയ സമയത്ത് അംബേദ്കർക്ക് പേടിയുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് രാജിനെ കുറിച്ചൊന്നും അധിക കാര്യങ്ങൾ മെൻഷൻ ചെയ്യുവാനായിട്ട് അംബേദ്കർ താല്പര്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു ഭയം അംബേദ്കർക്ക് ഉണ്ടായിരുന്നു. ഇതുപോലെയൊക്കെ നമ്മുടെ പഞ്ചായത്തുകളിൽ സംഭവിക്കാം, ഡോമിനൻ്റ് കാസ്റ്റുകൾ അവിടെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. ഓക്കെ, ഇനി പഞ്ചായത്ത് പ്രവർത്തനങ്ങളിലെ മാറ്റം, അതിന് കുറച്ച് ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. ഇനീക്വാളിറ്റി ഒക്കെ ഉണ്ട്, എങ്കിലും 2-3 ഉദാഹരണങ്ങളാണ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ളത്. ഒന്നാമത്തെ ഉദാഹരണം പറയുന്നത് ഒരു ഹരിയാനയിലെ ഒരു ഗ്രാമപ്രദേശത്തിലെ 2 ആൾക്കാർ, സോണിയയും രാംപാലും, സോണിയ രാംപാൽ ദമ്പതികളോട് അവിടുത്തെ ജാതി പഞ്ചായത്ത്, ആ ഗ്രാമങ്ങളിലൊക്കെ ജാതി പഞ്ചായത്താണുള്ളത്. ദർ ഈസ് കാസ്റ്റ് പഞ്ചായത്ത് ഇൻ ഹരിയാന ആൻഡ് ദീസ് കാസ്റ്റ് പഞ്ചായത്ത് അതോറിറ്റീസ് ടോൾഡ് സോണിയ രാംപാൽ കപ്പിൾ ടു ഗോ ഫോർ ഡൈവോഴ്സ്, ബന്ധം വേർപെടുത്തണമെന്ന് പറയുന്നു. അവർ 1 വർഷമായി കല്യാണം കഴിച്ചിട്ട്, സോണിയ ഗർഭിണിയാണ്. അപ്പം അവർ കാരണം പറയുന്നത് സ്വന്തം ഗോത്രത്തിൽ നിന്നും വിവാഹം കഴിച്ചു. ഷീ മാരീഡ് ടു എ ക്ലാൻമാൻ. ക്ലാൻമാൻ എന്ന് പറയുമ്പോൾ സ്വന്തം കുലത്തിനകത്ത് നിന്ന് വിവാഹം കഴിക്കുന്നു, അത് പാടില്ല. സ്വന്തം കുലത്തിനകത്തുള്ളവർ സഹോദരന്മാരാണ് എന്നാണ് ഈ ജാതി പഞ്ചായത്ത് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അവരോടത്ത് ബന്ധം വേർപെടുത്താൻ പറയുന്നു. പക്ഷേ ഗർഭിണിയായ സോണിയ അതിന് തയ്യാറാകാതെ കോടതിയെ സമീപിക്കുകയും കോടതിയിൽ നിന്നും വിധി കിട്ടിയിട്ട് അവർ ഒന്നിച്ച് ഇപ്പോൾ താമസിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഭർത്താവിനെ സഹോദരനായി കാണുവാനാണ് ആര് പറയുന്നത്? സോണിയ രാംപാൽ ദമ്പതികൾ പറയുന്നത്. ഇനി അടുത്തത് സും സർപഞ്ച് എന്ന് പറയുന്ന പഞ്ചായത്തിൽ വനിതാ സംവരണ സീറ്റ് ഉണ്ട്. ഇപ്പോൾ നമുക്കറിയാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷൻ ഇപ്പം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ റിസർവേഷൻ സീറ്റ്സ് ഒക്കെ ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്കറിയാം അല്ലേ? സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക റിസർവേഷൻ സീറ്റുകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ സീറ്റുകളൊക്കെ റിസർവ് ചെയ്ത് വച്ചിരുന്ന ഒരു സ്ഥലം ഈ സും സർപഞ്ചിൽ സുംപ സർപഞ്ച് വനിതാ സംവരണ സീറ്റായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ 2 വനിതകളായിരുന്നു മത്സരിച്ചിരുന്നത്. ഒന്ന് രാംറായ് മെവാഡയുടെ ഭാര്യയും രാംറായ് മെവാഡെ, രാംറായ് ആണ് കേട്ടോ, രാംറായ് നായല്ല, രാംറായ് മെവാഡയുടെ ഭാര്യയും രണ്ടാമത്തത് ചാൻസിംഗ് താക്കൂർ അയാളുടെ ഭാര്യയും. ഈ 2 ഭാര്യമാർ തമ്മിൽ മത്സരിച്ചിരുന്നുവെങ്കിലും ആക്ച്വലി മത്സരം ഭർത്താക്കന്മാർ തമ്മിലായിരുന്നു. ഓക്കെ, റാം റായ് മെവാഡെ ഓൺസ് എ ലിക്കർ ഷോപ്പ് ആൻഡ് ദ അതർ ചാൻസിംഗ് താക്കൂർ എ റിച്ച് ലാൻഡ് ഓണർ ഫ്രം ദ സെയിം വില്ലേജ്. ഇവരുടെ മത്സരം അവർ തമ്മിൽ, സ്ത്രീകൾ തമ്മിലായിരുന്നുവെങ്കിലും ആക്ച്വലി ഉള്ള മത്സരം ഈ ഭർത്താക്കന്മാർ തമ്മിലായിരുന്നു. അതിനകത്ത് ഈ രാംറായ് മെവാഡെ എന്ന് പറയുന്ന ആൾ ഒരു കറപ്റ്റായിട്ടുള്ളൊരു പേഴ്സൺ ആയിരുന്നു, ഒരു അഴിമതിക്കാരനായിരുന്നു. ഓക്കെ, അപ്പോൾ ആ അഴിമതി, അയാളുടെ അഴിമതി മറ്റുള്ളവർ വില്ലേജ് റെസിഡൻസ് എക്സ്പോസ് ചെയ്യുകയും അയാളെ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ട് അവർ ചാൻസിങ്ങിൻ്റെ ഭാര്യയെ ജയിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ആണ് അവർ ഗ്രാമവാസികൾ ചാൻസിങ്ങിൻ്റെ ഭാര്യയെ മത്സരിച്ച് ജയിപ്പിക്കുന്നു. ഓക്കെ, റാം റായ് മെവാഡയാണ് അടുത്തത്.
കുശാൽപുര പഞ്ചായത്തിൽ ദൊരേല ഗ്രാമം, അവിടെ താര എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് മത്സരിക്കുന്നത്. ഒരു പാവപ്പെട്ട സ്ത്രീയാണ്. ഈ താരയെ മത്സരിക്കുവാനായിട്ട് മുന്നോട്ട് നിർത്തിയത് അവിടെയുള്ള ഒരു നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ, ഒരു സാമൂഹിക കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ. അവർ നേതൃത്വം നൽകിക്കൊണ്ട് ഈ താരയെ ഇലക്ഷന് നിർത്തുകയും അങ്ങനെ താര ഇലക്ഷൻ നിൽക്കുകയും താര തൻ്റെ പ്രകടന പത്രികയിൽ ഞാൻ ഒരിക്കലും കറപ്റ്റ് ആകില്ല, കൈക്കൂലി വാങ്ങില്ല എന്നും അതുപോലെ 2000 രൂപയിൽ കൂടുതലൊന്നും ഞാൻ സ്പെൻഡ് ചെയ്യില്ല ഇലക്ഷനായിട്ട് എന്നും, അതായത് ഐ ആം നോട്ട് ഗോയിങ് ടു സ്പെൻഡ് more than ₹2000 for campaigning, I will never go for corruption എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകടന പത്രികയിൽ എഴുതി വയ്ക്കുകയും ചെയ്യുന്നു. എന്നിട്ട് ഈ NGOസിൻ്റെ സപ്പോർട്ടോടുകൂടി അവർ ഒരുപാട് ഇലക്ഷൻ പ്രചരണത്തിനായിട്ട് പോകുന്നു. എന്നിട്ട് അവർ എഡ്യൂക്കേറ്റ് ചെയ്യുന്നു ആൾക്കാരെ. എന്താണ്? മദ്യം പണം കൊടുത്ത് തൽപര സംഘങ്ങൾ ജനാധിപത്യത്തെ പരാജയപ്പെടുത്തുമെന്നും സംഘാടകർ ജനങ്ങളെ ബോധവാന്മാരാക്കി. അഴിമതി വിമുക്ത ചെലവ് കുറഞ്ഞ തിരഞ്ഞെടുപ്പ് എങ്ങനെ നടത്താമെന്നും ആര് കാണിച്ചു കൊടുത്തു? ഈ താര വിജയിച്ചുകൊണ്ട് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പം അത് 3 കഥകളാണ് പഞ്ചായത്ത് രാജിൻ്റെ വിജയം എന്നുള്ളത്. ഇനി ഒരു 6 മാർക്ക് 4 മാർക്കിനൊക്കെ ചോദിക്കുന്നതാണ്. പൊളിറ്റിക്കൽ പാർട്ടീസ്, പ്രഷർ ഗ്രൂപ്പ്സ് ആൻഡ് ഡെമോക്രാറ്റിക് പൊളിറ്റിക്സ്. അപ്പോൾ വാട്ട് ഈസ് പൊളിറ്റിക്കൽ പാർട്ടി, വാട്ട് ഈസ് എ പ്രഷർ ഗ്രൂപ്പ്, അതൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഒരു മാർക്കിൻ്റെ ഒരു ചോദ്യമുണ്ട്. ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ഗവൺമെൻറ് ആണ് എന്ത് ഡെമോക്രസി എന്ന് പറയുന്നത്. ഇത് പറഞ്ഞതാരാണ്? എബ്രഹാം ലിങ്കൺ ആണ്. ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ ആൻഡ് ഗവൺമെൻറ് ഈസ് ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ എന്നുള്ളത്. ആൻഡ് ദാറ്റ് വേർഡ്സ് ആർ from Abraham Lincoln's dialogues. Then first one is തൽപര സംഘങ്ങൾ. തൽപര സംഘം അഥവാ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നു. ഫസ്റ്റ് ഇയർ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് അല്ലേ. ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് ആരാണെന്ന് നമുക്ക് നോക്കാം. ജനങ്ങൾ വ്യത്യസ്തരാണ്. വ്യത്യസ്തരായിട്ടുള്ള ജനങ്ങളുള്ള സമയത്ത്, ഡൈവേഴ്സിറ്റി ഉള്ള സ്ഥലത്ത്, പീപ്പിൾ ബിലോങ്ങിങ് ടു ഡിഫറെൻറ്റ് ക്ലാസ്, കാസ്റ്റ്, റിലീജിയൻ ആർ ലിവിങ് in an area, and then naturally what happens, diverse interest may develop. അപ്പോൾ അവരുടെ താല്പര്യങ്ങൾ അറിയിക്കുവാനും പ്രശ്ന പരിഹാരത്തിനുമായി ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ കൊണ്ടുവരാൻ നിരന്തരം പരിശ്രമിക്കുന്ന ഗ്രൂപ്പാണ് തൽപര സംഘങ്ങൾ എന്ന് പറയുന്നത്. തൽപര സംഘങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. they have an interest, particular interest. They work for fulfilling that interest by giving attention. അവർക്ക് ഗവൺമെൻറ്റിൻ്റെ അറ്റൻഷൻ വാങ്ങിച്ചുകൊണ്ട് അവരുടെ ഇൻട്രസ്റ്റ് നടപ്പിലാക്കണം. ഇതിനായിട്ട് സംഘടനകൾ രൂപീകരിക്കുന്നു, സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. for fulfilling their interests they make associations and they make social movements also. Example for interest groups: FICCI, Federation of Indian Chambers and Commerce എന്നുള്ളത് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഫുൾ ഫോം കൂടെ പഠിച്ചു വയ്ക്കണം കേട്ടോ. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ആൻഡ് കൊമേഴ്സ്. അസോക്യാം, അസോസിയേഷൻ ഓഫ് ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ്. ഇത് രണ്ടും വ്യവസായികളുടെ, ഇൻഡസ്ട്രിയലിസ്റ്റിൻ്റെ ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകളാണ്. INTUC എന്താണ് ഫുൾ ഫോം? ഇന്ത്യൻ ട്രേഡ് യൂണിയൻ കോൺഗ്രസ്, INTUC. അത് ആരുടേതാണ് INTUC എന്ന് പറയുന്നത്? INTUC തൊഴിലാളികളുടെ ഇൻട്രസ്റ്റ് ഗ്രൂപ്പാണ്. CITU, സെൻറ്റർ ഫോർ ഇന്ത്യൻ ട്രേഡ് യൂണിയൻസ്. അതും ടെക്സ്റ്റ് ബുക്കിൽ ഫുൾ ഫോം പഠിച്ചു വയ്ക്കുക. സെൻട്രൽ ഫോർ ഇന്ത്യൻ ട്രേഡ് യൂണിയൻ, അതും തൊഴിലാളികളുടേതാണ്. ഷെത്കാരി സംഘടൻ കർഷകരുടേതാണ്. ഓക്കെ, പിന്നെ ഗോത്രവർഗക്കാരുടെയും പരിസ്ഥിതി സംരക്ഷണക്കാരുടെയും പ്രസ്ഥാനങ്ങളും ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകളായിട്ട് നമുക്ക് ഉദാഹരണമായിട്ട് പറയാൻ പറ്റും. ഓക്കെ, സോ we have many examples for interest groups. First one is industrialists form associations such as Federation of Indian Chambers and Commerce and Association of Chambers of Commerce. Workers form trade unions such as INTUC, CITU, and agricultural laborers form union like Shetkari Sangadan.
and then there are environmental movements as well as tribal movements. ഇത്രയാണ് എന്താണ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകൾ. ഇനി രാഷ്ട്രീയ പാർട്ടികൾ, പൊളിറ്റിക്കൽ പാർട്ടീസ് എന്താണ്? ഭരണം നടത്തുന്നതിന് വേണ്ടി തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ നിയമാനുസൃതമായി രൂപീകരിക്കപ്പെട്ട സംഘടനകളാണ് രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുന്നത്. എ പൊളിറ്റിക്കൽ പാർട്ടി മേ ബി ഡിഫൈൻഡ് ആസ് എൻ ഓർഗനൈസേഷൻ. Political party is an organization, may be defined as an organization oriented towards achieving legitimate control of government through an electoral process. തിരഞ്ഞെടുപ്പിലൂടെ ഭരണം നടത്തുന്നതിന് വേണ്ടി നിയമാനുസൃതമായി രൂപീകരിക്കപ്പെട്ട സംഘടനകളാണ് രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുന്നത്. Political party may be defined as an organization oriented towards achieving legitimate control of government through an electoral process. ഇനി അവരുടെ ലക്ഷ്യം എന്താണ്? രാഷ്ട്രീയ അധികാരം, പൊളിറ്റിക്കൽ അതോറിറ്റി, അധികാരം ഉപയോഗിച്ച് പ്രത്യേക പരിപാടികൾ നടപ്പിലാക്കുക. ദേ ഹാവ് പർട്ടിക്കുലർ എയിംസ്, ദേ ഹാവ് ടു കംപ്ലീറ്റ് ദാറ്റ് സ്പെഷ്യൽ പ്രോഗ്രാംസ് എന്നുള്ളതാണ്. ഇനി വ്യത്യസ്ത ജനങ്ങളുടെ താല്പര്യങ്ങൾ പാർട്ടികൾ പ്രതിനിധാനം ചെയ്യുന്നു. ഒരു പൊളിറ്റിക്കൽ പാർട്ടി മറ്റാളുകളുടെ ബാക്കിയുള്ളവരുടെ ഒക്കെ വിഷുകളെ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് അല്ലെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇൻ എ ഡെമോക്രാറ്റിക് സിസ്റ്റം ദ ഇൻട്രസ്റ്റ് ഓഫ് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആർ ആൾസോ റെപ്രസെൻറ്റഡ് ബൈ പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് if an interest are not fulfilled by these political parties, they may act as pressure groups. They give pressure to these political parties, and if their wish is not fulfilling, they may come out of this political party and form a new one, or sometimes they may convert into pressure groups. Interest group അവരുടെ ആവശ്യം നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിലേക്ക് സമ്മർദ്ദം ചെലുത്തുന്നു. എവിടെ നിന്നുകൊണ്ട്? പൊളിറ്റിക്കൽ പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് അവർ സമ്മർദ്ദം ചെലുത്തുന്നു. പൊളിറ്റിക്കൽ പാർട്ടി അവരുടെ ആഗ്രഹങ്ങൾ നടപ്പിലാക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ദേ വിൽ കം ഔട്ട് ആസ് എ ന്യൂ പാർട്ടി, ബദൽ പാർട്ടി ആകുന്നു, അല്ലെങ്കിൽ പ്രഷർ ഗ്രൂപ്പായിട്ട് മാറുന്നു. Political parties are based on certain understanding of society, and it ought to be. In democratic system, the interest of different groups are represented by political parties, and different interest groups will work towards influencing the political parties. When certain groups feel that their interests are not being taken up, what they will do? They may move to form an alternative party, or they form pressure groups. Okay, ബദൽ പാർട്ടി അല്ലെങ്കിൽ പ്രഷർ ഗ്രൂപ്പ്, അതാണ് അവരുടെ ആഗ്രഹം സാധിച്ചില്ല എങ്കിൽ അവർ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഇനി ഇങ്ങനെ താല്പര്യ സംഘങ്ങൾ ഉണ്ട്, ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് ഉണ്ട്. പക്ഷേ എല്ലാവർക്കും ഒന്നും ഇങ്ങനെ ഇൻട്രസ്റ്റ് ഗ്രൂപ്പായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കില്ല. ഇതിനായിട്ട് നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങളെ സ്വാധീനിക്കണം ഇൻട്രസ്റ്റ് ഗ്രൂപ്പിന്. അതിന് മിക്കവാറും സാധിക്കുന്നത് പ്രബല വിഭാഗങ്ങൾക്കാണ്. എല്ലാവർക്കും ഒന്നും അത് സാധിക്കില്ല. കാരണം എന്താണ്? അവർക്ക് കുറച്ച് കപ്പാസിറ്റിയൊക്കെ വേണം, എങ്കിൽ മാത്രമേ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാകുന്നുള്ളൂ. ബാക്കിയുള്ളവർക്ക് ഇത്തരത്തിലുള്ള പ്രഷർ കൊടുക്കുവാനുള്ള അവസരങ്ങളൊക്കെ ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നാൽ മറ്റുള്ളവർക്ക് ചിലപ്പോൾ അതിന് സാധിക്കുന്നില്ല, അത്ര കപ്പാസിറ്റി അവർക്ക് ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ അതുപോലെ തന്നെ സോഷ്യൽ മൂവ്മെൻറ്റുകളും എല്ലാം തന്നെ ഡെമോക്രസി നിലനിർത്തുവാനുള്ള ശ്രമങ്ങൾ സമൂഹത്തിൽ നടത്തുന്നുണ്ട്. ഇനി വാട്ട് ഈസ് വെബേഴ്സ് ഒപ്പീനിയൻ അബൌട്ട് പാർട്ടീസ് എന്നുള്ളതാണ്. വെബർ പറയുന്നത് ദ പ്ലേസ് ഓഫ് ക്ലാസസ് ഈസ് വിതിൻ എക്കണോമിക് ഓർഡർ. വർഗങ്ങളുടെ ഇടം സാമ്പത്തിക ക്രമം. ദ പ്ലേസ് ഓഫ് ക്ലാസസ് ഈസ് ഇൻ economic order and status in social order. Then parties in house of power, അധികാരം ഇരിക്കുന്നിടത്താണ്. ഓക്കെ, അപ്പോൾ ഇതാണ് പാർട്ടികളുടെ ഇടം എന്ന് പറയുന്നത്, അധികാരം ഇരിക്കുന്നിടത്താണ് എന്ന് പറയുന്നു. പാർട്ടിക്ക് ലക്ഷ്യമുണ്ട്, there is a goal for each party, and ആ ലക്ഷ്യം ഭൗതികമാകാം, മെറ്റീരിയൽ ആവാം, അല്ലെങ്കിൽ എന്തായിരിക്കും, ചിലപ്പോൾ പേഴ്സണലായിട്ടുള്ള ഗെയിനുകൾക്ക് വേണ്ടി വ്യക്തിപരമാകാം. അതുമല്ലെങ്കിൽ ഗോൾ മേ ബി എന്തായിരിക്കും, മെറ്റീരിയൽ ആൻഡ്
സംടൈംസ് ഇറ്റ് മേ ബി പേഴ്സണൽ. ഭൗതികവും വ്യക്തിപരവുമായിട്ടുള്ള ലക്ഷ്യങ്ങളായിരിക്കും പാർട്ടിക്കുള്ളത് എന്നാണ് വെബർ പറഞ്ഞിരിക്കുന്നത്. ഇത്രയും. അപ്പോൾ വർഗങ്ങളുടെ ഇടം, സാമ്പത്തിക ക്രമം. ക്ലാസസ് പ്ലേസ് ഇൻ എക്കണോമിക് ഓർഡർ, സ്റ്റാറ്റസ് പ്ലേസ് ഇൻ social order, and parties plays in house of power. Okay, ഇനി പാർട്ടികൾക്ക് ലക്ഷ്യമുണ്ട്. ലക്ഷ്യം മെറ്റീരിയൽ ഇഷ്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പം പേഴ്സണൽ ഇഷ്യൂസും ആകാം. ഇനി ഇത് ഒരു സ്റ്റോറി പോലെ പറയുന്നതാണ്. ബോംബെയിൽ ഒരു നഗരത്തിൽ, ബോംബെ ഒരു വലിയ നഗരമാക്കുവാനുള്ള മൻമോഹൻ സിംഗിൻ്റെ ആഗ്രഹത്തിനെ കുറിച്ച് പറയുന്ന ഒരു സ്റ്റോറിയാണ്. മൻമോഹൻ സിംഗ് wanted to make Bombay as a very big city just like China's Shanghai city. ഷാങ്ഹായ് പോലെ വലുതാക്കുവാൻ മൻമോഹൻ സിംഗ് ആഗ്രഹിക്കുകയും അതിനായിട്ട് അദ്ദേഹം ബോംബെയുടെ വടക്ക് തെക്ക് ഭാഗത്ത് എന്ത് ചെയ്യുന്നു, വലിയ ഒരു എക്സ്പ്രസ് റിംഗ് ഫ്രീ വേ ഉണ്ടാക്കുവാനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെ ഉണ്ടാക്കാൻ പോയപ്പോൾ വളരെ വേഗം സഞ്ചരിക്കാൻ പറ്റുമെന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ എക്സ്പ്രസ് റിംഗ് ഫ്രീ വേ ഉണ്ടാക്കിയതെങ്കിലും അതിനെ ആശ്രയിച്ചുകൊണ്ട് നിരവധി ആളുകൾ ഈ റിംഗ് വേയുടെ താഴെ കഴിയുന്നുണ്ടായിരുന്നു. അവരുടെ കളികൾ, അവരുടെ കച്ചവടങ്ങൾ, അവരുടെ എന്താ പറയുക, അവരുടെ ഒന്നിച്ചുകൂടലുകൾ, ദേ ആർ ബൈയിങ്, സെല്ലിങ്, ഈറ്റിംഗ്, ഡ്രിങ്കിങ് ടീ, പ്ലേയിങ് ക്രിക്കറ്റ് ഓർ ഈവൻ ജസ്റ്റ് സ്റ്റാൻഡിങ് എക്സെട്ര. എവിടാണ്? വേർ ദേ ആർ അറ്റ് ദീസ് പ്ലേസസ് വേർ ദേ ആർ പ്ലാനിങ് ടു മേക്ക് ദീസ് എക്സ്പ്രസ് റിംഗ് ഫ്രീ ഹൈവേ. അങ്ങനെ അവരെ എന്ത് ചെയ്യുന്നു, അവിടെ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യുന്നു, അവരെ അവിടെ നിന്ന് മാറ്റുന്നു ആ സ്ഥലങ്ങളിൽ നിന്നും. എന്നിട്ട് അവർക്ക് ബോംബെയിൽ തന്നെ മറ്റൊരു കുറച്ച് പുറത്ത് വെളിപ്രദേശത്ത് ഉപ്പള എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് അവരെ മാറ്റി പാർപ്പിക്കുന്നു. എന്നിട്ട് അടുപ്പിച്ചടുപ്പിച്ചുള്ള കൂണ് പോലെയുള്ള വീടുകളിൽ അവരുടെ ജീവിതം എങ്ങനെയായിരിക്കും, എന്തായിരിക്കും അവരുടെ ജീവിതമാർഗം തുടങ്ങിയ ക്വസ്റ്റ്യൻസാണ് ഈ ബുക്ക് എഴുതിയ ആൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഇട്ടുതരുന്നത്. മനസ്സിലായല്ലോ? സോ ദീസ് പീപ്പിൾ വെയർ ഡിസ്പ്ലേസ്ഡ് ബിക്കോസ് ഓഫ് ദ പ്ലാൻസ് ഓഫ് Dr. Manmohan Singh to make Bombay city as Shanghai, and the urban planners planned for making express ring freeway, and for making these express ring freeway they evacuated many people who were there down these there was a bridge, and these people were evacuated, and they offered some accommodation in a distant place named Uppala, and now you have to think about their future. അവരുടെ ജീവിതം എങ്ങനെ, എന്തായിരിക്കും അവരുടെ ജീവിതമാർഗം, എല്ലാം അവർക്ക് അവിടെ ആയിരുന്നു. അതൊക്കെ കളഞ്ഞിട്ടാണ് അവരെങ്ങോട്ടേക്ക് പോകുന്നത്, പുതിയ സ്ഥലത്തേക്ക് മാറുന്നത്. അപ്പോൾ എതിരിടുന്ന താല്പര്യങ്ങൾ, ഡിഫറെൻറ്റ് ഇൻട്രസ്റ്റ് ആണ് അവിടെയുള്ളത് അല്ലേ. വലിയ ഒരു നഗരമാക്കണമെന്നുള്ള ഒരു ഭരണാധികാരിയുടെ ആഗ്രഹവും അതിൻ്റെ പേരിൽ കുടിയൊഴിക്കപ്പെട്ട ഡിസ്പ്ലേസ് ആയ കുറേ ജനങ്ങളും. അപ്പോൾ എതിരിടുന്ന താല്പര്യങ്ങളാണ്, കോമ്പീറ്റിംഗ് ഇൻട്രസ്റ്റ് ആണ് അവിടെയും വരുന്നത്. ഓക്കെ, താങ്ക് യു.